കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 54 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് എമ്മുമായി തർക്കമുള്ള സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. ഗായകൻ ആശ്രാമം ഉണ്ണികൃഷ്ണൻ, നിലവിലെ മേയർ ഹണി ബെഞ്ചമിൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം BK അനിരുദ്ധൻ എന്നിവർ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. ലിജോ വീണ്ടും ചേരുന്നു. ലിജോ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 54 പേരെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൂർത്തിയായോ? തർക്കങ്ങളുണ്ടോ? LDF മാത്രം ഭരിക്കുന്നതാണ് കൊല്ലം കോർപ്പറേഷൻ. അതിൽ തന്നെ 56 സീറ്റുകളാണ് ഇപ്പോൾ പുനർനിർണയത്തിന് ശേഷമുള്ളത്. അതിൽ 54 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ CPM 35 ഇടത്തും CPM 17 ഇടത്തും കേരള കോൺഗ്രസ് M ഒരിടത്തും LJD 1 കോൺഗ്രസ് P 1 ജനതാദൾ S 1 എന്നുള്ളതാണ് അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഒരു പക്ഷേ സീറ്റും കൂടെ ഏറ്റെടുത്തുകൊണ്ട് 36 എന്നുള്ള ഒരു നിലയിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഇതിൽ ഒരു പരാതി ഉയർത്തുന്ന കേരള കോൺഗ്രസ് എമ്മിന് അവർ ആവശ്യപ്പെട്ട സീറ്റ് എന്തായാലും നൽകിയിട്ടില്ല. അതിന് പകരം ഒരു പക്ഷേ 5 സീറ്റ് കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വരും. പരമ്പരാഗതമായി UDF മാത്രം ജയിച്ചു വരുന്ന ഒരു സീറ്റാണ് അവിടെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അവർക്കൊരു പ്രതിഷേധമുണ്ടെങ്കിലും അവരിപ്പോൾ അത് പരസ്യമാക്കുന്നില്ല. ഇതിൽ പ്രധാനമെന്ന് പറയുന്നത് നമ്മളോട് മീഡിയ വണ്ണോട് നേരത്തെ തന്നെ നിലവിലെ മേയർ ഹണി ബെഞ്ചമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടി അവസരം നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന്. അതുപോലെ പാർട്ടി അവസരം നൽകി വീണ്ടും മത്സരിക്കുന്നു. ഈ ഒരുപക്ഷെ നേരത്തെ പറയുന്നത് പോലെ തന്നെ മേയറാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളാണ് CPM ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള BK അനിരുദ്ധൻ. അദ്ദേഹം ഇപ്പോൾ മത്സരരംഗത്ത് വരുന്നു. 68കാരനായിട്ടുള്ള BK അനിരുദ്ധൻ മുതൽ 25 വയസ്സുള്ള വിഷ്ണു, അതായത് SFIയിലൂടെ വളർന്നു വന്ന നേതാവ് ഉൾപ്പെടെയുള്ളവർക്കാണ് സീറ്റ് നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPMലെ നിലവിലെ കൗൺസിലർമാർ ആർക്കും സീറ്റ് നൽകിയിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും ശുഭാപ്തി വിശ്വാസത്തോടെ 6ാം തവണയും ഭരണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് LDF നേതാക്കൾ പങ്കുവച്ചത്. ശരി ലിജോ.